ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ +2 മാത്തമാറ്റിക്സ് ലാബ് എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ലാബ് 1ൻ്റെ മോഡൽ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ജനറൽ ഇൻസ്ട്രക്ഷൻസൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. മാത്സ് പ്രാക്ടിക്കൽ എക്സാമിന് ആകെയുള്ള ടൈം 3 hours ആണ്. മാക്സിമം മാർക്സ് 32 മാർക്സ്. First instruction, 6 questions each carrying 10 scores are given. You get a maximum of 8 score from each. You can answer 4 questions to get a maximum of 32 score. അതായത് 6 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഈ 6 ക്വസ്റ്റ്യൻസ് ഓരോന്നിനും 10 മാർക്സ് വീതമാണ്. പക്ഷേ നിങ്ങൾക്ക് മാക്സിമം 8 സ്കോറാണ് ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെ 4 ക്വസ്റ്റ്യന് 32 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ, യു ഹാവ് ടു ആൻസർ അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് ക്ലാസ്. അതായത് ഓരോ ഫസ്റ്റ് ഇയറും അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിൽ നിന്നും അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഇനി അതിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം വളരെ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. GeoGebra applets are required to answer some questions. If the question demands, you can use fresh GeoGebra windows. പിന്നെ പറയുന്നുണ്ട്, ഇഫ് യു നീഡ് എനി ഹെൽപ്പ് യു ആർ ഫ്രീ ടു ആസ്ക് യുവർ എക്സാമിനേഴ്സ്. പിന്നെ റൈറ്റ് നെസസറി സ്റ്റെപ്സ് ഇൻ ആൻസർ ഷീറ്റ്. എല്ലാ ഇൻസ്ട്രക്ഷൻസും നിങ്ങളൊന്ന് തന്നെ വായിച്ചു നോക്കാം കേട്ടോ. ഓരോ ലാബ് ചെയ്യുമ്പോഴും ലാബ് 1 ലാബ് 2 എന്നുള്ള ഹെഡിങ് കൃത്യമായിട്ട് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ നമ്പറൊക്കെ കറക്റ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. അതുപോലെ രജിസ്റ്റർ നമ്പറും കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. So lab 1, the value of the functions. Question പറയുന്നത്, follow the directions given below and construct a GeoGebra applet. അതിൽ 5 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ 5 പോയിൻറ്റ്സ് കൃത്യമായിട്ട് GeoGebra applet ഉപയോഗിച്ച് കൊണ്ടിട്ട് നമ്മൾ ചെയ്ത് കാണിക്കുക. ഫസ്റ്റ് ചെയ്യേണ്ടത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ്. ഏത് ഗ്രാഫാണ്, എന്ത് ഇൻപുട്ട് കൊടുക്കണം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ചെയ്യേണ്ടത് ക്രിയേറ്റ് എ സ്ലൈഡറാണ്. വിത്ത് മിനിമം വാല്യൂ അതുപോലെ മാക്സിമം വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. ഇൻക്രിമെൻറ്റും തന്നിട്ടുണ്ട്. തേർഡ് ചെയ്യേണ്ടത് പ്ലോട്ട് ദ പോയിൻറ്റ്സ്. 3 പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാൻ, ABC എന്നുള്ള 3 പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാൻ, പിന്നെ ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാൻ, അതുപോലെ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി ഈ ആപ്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ 2, 3, 4 ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. ആ കിട്ടുന്ന ആൻസേഴ്സ് നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതി വയ്ക്കുകയും വേണം. ഇത്രയേ ഉള്ളൂ ലാബ് 1. ഇതെല്ലാത്തിനും കൂടി തന്നിട്ടുള്ളത് 10 മാർക്സാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം 8 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആൻസേഴ്സിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് GeoGebra ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഓപ്പൺ ചെയ്താൽ ഇത് സ്റ്റാൻഡേർഡ് വ്യൂവിലല്ല. അപ്പോൾ ആദ്യം നമ്മളിതിനെ Ctrl+M ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് വ്യൂവിലേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് വ്യൂവിലായിട്ടുണ്ട്. ഇനി ആദ്യം പറയുന്ന ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f(x) = x² എന്ന് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇൻപുട്ടിൽ x ക്യാപ്പ് 2 എന്ന് കൊടുക്കുക. ഇപ്പോൾ x² ഗ്രാഫ് നമുക്കിവിടെ കിട്ടും. എൻ്റർ പ്രസ് ചെയ്തു. ഇപ്പോൾ x² ഗ്രാഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സെക്കൻഡ് സ്റ്റെപ്പ് ക്രിയേറ്റ് എ സ്ലൈഡറാണ്. സോ സ്ലൈഡറിൽ പോയിട്ട് സ്ലൈഡർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ലൈഡറിൻ്റെ ബോക്സ് വരും. അതിൽ നെയിം തന്നെ, പിന്നെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഇതിലൊന്നും മാറ്റമില്ല. ഇൻക്രിമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞതുപോലെ 0.1 എന്ന് കൊടുക്കുക. ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്ലൈഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് ഡ്രാഗ് ചെയ്തിട്ട് നീക്കി വെക്കണമെങ്കിൽ നീക്കി വെക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നെക്സ്റ്റ് തന്നിട്ടുള്ള പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുക. ഫസ്റ്റ് പോയിൻറ്റ് ക്യാപിറ്റൽ A = ബ്രാക്കറ്റിനകത്ത് സ്മോൾ ലെറ്റർ A, 0 എന്ന് കൊടുക്കുക. എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പോയിൻറ്റ് നമുക്കിവിടെ കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ സെക്കൻഡ് പോയിൻറ്റും കൊടുക്കുക. സെക്കൻഡ് പോയിൻറ്റ് ക്യാപിറ്റൽ B = തന്നിട്ടുള്ളതുപോലെ കൊടുക്കുക. ഓർഡർഡ് പെയർ A, f(a) എന്ന് കൊടുക്കുക. എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ സെക്കൻഡ് പോയിൻറ്റ് നമുക്കിവിടെ കിട്ടും. ഇനി തേർഡ് പോയിൻറ്റ് കൊടുക്കണം. തേർഡ് പോയിൻറ്റ് തന്നിട്ടുള്ളത് ക്യാപിറ്റൽ C = 0, ബ്രാക്കറ്റിൻ്റെ അകത്ത് 0, f(a) ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. ഇപ്പോൾ 3 പോയിൻറ്റ്സ് ABC നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ഡ്രോ ദ ലൈൻ സെഗ്മെൻറ്റ്സ് ആണ്. ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാൻ ലൈൻ ടൂളിൽ വന്നിട്ട് ലൈൻ സെഗ്മെൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെഗ്മെൻറ്റ് എടുത്തതിന് ശേഷം ഫസ്റ്റ് പോയിൻറ്റ് A സെലക്ട് ചെയ്യുക, B സെലക്ട് ചെയ്യുക. ഇപ്പോൾ AB എന്നുള്ള ലൈൻ സെഗ്മെൻറ്റായി. ഇനി അതുപോലെ B സെലക്ട് ചെയ്യുക, C സെലക്ട് ചെയ്യുക. സോ BC എന്നുള്ള ലൈൻ സെഗ്മെൻറ്റും കിട്ടും. അടുത്തത് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഫോർ A ആൻഡ് ദ ഫംഗ്ഷൻ F 2 ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സ്ലൈഡറിൽ വന്നിട്ട് ഇൻപുട്ട് ബോക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി ഗ്രാഫിൽ ക്ലിക്ക് ചെയ്താൽ ഇൻപുട്ട് ബോക്സ് വരും. അതിലാദ്യം പേര് കൊടുക്കുക, A തന്നെ. ഇനി അതിലൂടെ ലിങ്ക്ഡ് ഒബ്ജക്റ്റ് A എന്നുള്ള വാല്യൂ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇനി ഇതുപോലെ ഫംഗ്ഷനും നമ്മളൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ഇൻപുട്ട് ബോക്സ് ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇൻപുട്ട് ബോക്സ് വരും. ഇവിടെ ഫംഗ്ഷൻ എന്ന് പേര് കൊടുക്കുക. അതുപോലെ ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ആ ഫംഗ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക.
ഇപ്പോൾ നമുക്ക് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. 2 ഇൻപുട്ട് ബോക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാം. ആപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് ഇതെന്തായാലും എഴുതിയിരിക്കണം. കാരണം ഇത് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ മാർക്ക് കിട്ടില്ല. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ എഴുതിയിരിക്കണം. ഈ സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ വാല്യൂസൊക്കെ കൃത്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ABC എന്നുള്ള കോർഡിനേറ്റ്സ് അറിയണം. അതിന് A എന്നുള്ള പോയിന്റ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇതിൽ നെയിം ഡെഫിനിഷനൊക്കെ ഉണ്ട്. അതിൽ താഴോട്ട് വന്നിട്ട് ഷോ ലേബലിൽ നെയിം ആൻഡ് വാല്യൂ സെലക്ട് കൊടുക്കുക. അത് നെയിം ആൻഡ് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്കിവിടെ കോർഡിനേറ്റ്സ് കാണാൻ പറ്റും. അതേപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് B സെലക്ട് ചെയ്യുക. വീണ്ടും തേർഡ് പോയിന്റ് Cയും സെലക്ട് ചെയ്യുക. ഇപ്പോൾ 3 പോയിൻറ്റ്സിൻ്റെയും കോർഡിനേറ്റ്സ് നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇത് ശരിക്കും കാണുന്നില്ലെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഡ്രാഗ് ചെയ്തിട്ട് നീക്കി വയ്ക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ആ വാല്യൂ കാണാൻ പറ്റും. ഇപ്പോൾ 3 കോർഡിനേറ്റ്സും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. യൂസിങ് ദ അബവ് ആപ്ലെറ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1.3 സ്ക്വയർ. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ എടുത്തിട്ടുള്ളത് x² എന്നാണ്. അപ്പം നമുക്ക് 1.3യുടെ സ്ക്വയർ കൊടുക്കാൻ ജസ്റ്റ് ഈ വാല്യൂ മാത്രം മാറ്റി കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ ജസ്റ്റ് 1.3 എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. അപ്പം നമുക്ക് 1.3യുടെ സ്ക്വയർ കിട്ടും. അപ്പോൾ 1.3യുടെ സ്ക്വയർ കാണാൻ ഇവിടെ Cയുടെ y കോർഡിനേറ്റ് എടുക്കുക, അതല്ലെങ്കിൽ Bയുടെ y കോർഡിനേറ്റ് എടുത്താലും മതി. ആ കിട്ടിയ ആൻസർ 1.69 എന്നുള്ളത് നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഇതുപോലെ എഴുതുക. ആ കിട്ടിയ സ്റ്റെപ്പ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പുട്ട് A is equal to 1.3 in the input box and 1.3 square equal to 1.69. സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. 1.3 സ്ക്വയറിൻ്റെ ആൻസർ കൃത്യമായിട്ട് എഴുതിയാൽ മതി. ഇനി 1.3ക്ക് പകരം വേറെ ഏതെങ്കിലും നമ്പറിൻ്റെ സ്ക്വയർ ആണെങ്കിലും ജസ്റ്റ് ഈ ടേബിളിൽ വന്നിട്ട് 1.3ക്ക് പകരം എത്രയാണോ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത് ആ നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഏത് നമ്പറിൻ്റെയും സ്ക്വയർ നമുക്ക് കാണാൻ പറ്റും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ യൂസിങ് ദ അബവ് ആപ്ലെറ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് 4.4. ഇവിടെ ഫംഗ്ഷൻ സ്ക്വയർ റൂട്ട് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ട് ബോക്സിൽ എടുക്കുന്നത് x² എന്നുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ആ x² മാറ്റിയിട്ട് അതിന് പകരം സ്ക്വയർ റൂട്ട് എന്ന് കൊടുക്കണം. SQRT ഓഫ് x എന്ന് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഗ്രാഫ് നമുക്കിവിടെ വരും. ഇനി നമുക്ക് കാണാൻ ചോദിച്ചിട്ടുള്ള നമ്പർ 4.4 ആണ്. അതിവിടെ A എന്നുള്ള ഇൻപുട്ട് ബോക്സിൽ നമ്മൾ കൊടുക്കുക. ഇനി Cയുടെ y കോർഡിനേറ്റ് എടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി 2.1 എന്നുള്ളതാണ് 4.4ൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ അത് നമ്മൾ ആൻസർ ഷീറ്റിൽ അതുപോലെ എഴുതാം. ഇനി ഇതിൽ തേർഡ് ക്വസ്റ്റ്യൻ യൂസിങ് ദ അബവ് ആപ്ലെറ്റ് ആൻസർ ദ ഫോളോയിങ്. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് sin 2.3 ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. ഇവിടെ നമുക്ക് ആൻസർ മാത്രമല്ല ആ മെത്തേഡും കൂടി എങ്ങനെ നിങ്ങൾക്ക് ആൻസർ കിട്ടി എന്നുള്ള മെത്തേഡും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പാക്കിയിട്ട് എഴുതാം. ഇതിന് മുന്നുള്ള ക്വസ്റ്റ്യന് നമ്മൾ എങ്ങനെ കിട്ടി എന്നുള്ള മെത്തേഡൊന്നും ആൻസറിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അഥവാ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യന് ആ മെത്തേഡും അതിൻ്റെ വാല്യൂം കറക്റ്റായിട്ട് എഴുതിയെങ്കിൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് sin 2.3 കാണേണ്ടത്. അപ്പോൾ ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആണ്. നേരത്തെ നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് x ആയിരുന്നു ഫംഗ്ഷന്. അപ്പോൾ നമ്മളിവിടെ ഫംഗ്ഷൻ എന്തെന്ന് കൊടുക്കണം? sin x എന്ന് കൊടുക്കണം. സോ ഇൻപുട്ട് ബോക്സിൽ sin x എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇപ്പോൾ sin xൻ്റെ ഗ്രാഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി sin ഏത് വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്? 2.3 ആണ്. അപ്പം നമ്മളിവിടെ 2.3 എന്ന് A എന്നുള്ള ഇൻപുട്ട് ബോക്സിൽ കൊടുക്കുക. ജസ്റ്റ് 2.3 കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുക. ഇനി ഈ ഗ്രാഫിൽ എവിടെ നോക്കിയിട്ടാണ് നമ്മൾ ആൻസർ സെലക്ട് ചെയ്യേണ്ടത്? അതായത് ഈ Bയുടെ y കോർഡിനേറ്റ് അല്ലെങ്കിൽ Cയുടെ y കോർഡിനേറ്റ് നോക്കുക. ആ വാല്യൂ ആണ് നമ്മൾ ആൻസറായിട്ട് എഴുതുന്നത്. അപ്പോൾ ഇവിടെ കിടക്കുന്നത് 0.75 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ sin 2.3യുടെ ആൻസർ. ഇനി ഇതേപോലെ അതിൻ്റെ ആൻസർ മെത്തേഡ് അടക്കം അതിൽ എഴുതാം. പുട്ട് f of x equal to sin x in the input box for f and put a is equal to 2.3 in the input box for a and the y coordinate for the point B is sin 2.3 അല്ലെങ്കിൽ y coordinate for the point C is sin 2.3 എന്ന് പറഞ്ഞിട്ട് സൈൻ്റെ വാല്യൂ കൃത്യമായിട്ട് എഴുതാം. sin 2.3 is equal to 0.75. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ആൻസറൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ചെറിയൊരു കാര്യം കൂടി നോക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് 1.3യുടെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് അറിയാം 1.3യുടെ സ്ക്വയർ എത്ര വരും എന്നുള്ളതൊക്കെ നമ്മൾക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര വരും എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഏകദേശം ആൻസർ തന്നെയാണോ കിട്ടുന്നത് എന്നൊക്കെ ഒന്ന് നോക്കുക. പിന്നെ അതുപോലെ സ്ക്വയർ റൂട്ട് ഓഫ് 4.4 എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2.something തന്നെ അല്ലേ നിങ്ങൾ ആൻസർ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആൻസർ സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. ഇത്രയേ ഉള്ളൂ ലാബ് 1. വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്